റമദാനൊക്കെ അല്ലേ. അപ്പോൾ എന്ത് സ്നാക്സ് തയ്യാറാക്കുന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ എത്ര സമയം വെക്കുന്നോ അത്രയും ചിക്കനിൽ മസാലയ്ക്ക് നല്ലതുപോലെ പിടിക്കും കേട്ടോ. ഇനി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ചിക്കൻ അവിടെന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള വെജിറ്റബിൾ കട്ട് ചെയ്യാം ട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടെടുക്കാം. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ട്ടോ. ചിക്കന് ഫ്രൈ ആയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാളയും ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ ചിക്കന് മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പുഴുങ്ങിയത്, മഞ്ഞ അങ്ങ് കളയണം ട്ടോ. 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം ട്ടോ. നല്ല തിക്നെസ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കാം ട്ടോ. അപ്പോൾ നമ്മളെ മയോണൈസ് നല്ല തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 പാക്കറ്റ് കുബൂസാണ് ട്ടോ. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഒരു പാക്കറ്റിൽ 6 എണ്ണം ഉണ്ട് ട്ടോ. അങ്ങനെ ടോട്ടൽ 12 ആണ് ട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുബൂസ് എടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച മയോണൈസ് അതിലിങ്ങനെ പുരട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് വിതറി കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കുബൂസും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് മയോണൈസും കൂടി പുരട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചീസ് മെൽട്ടാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടായതിന് ശേഷം നമ്മൾ ഈ ആക്കി വെച്ച കുബൂസ് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് കൊടുക്കാം ട്ടോ. ഒരു 2, 3 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം കേട്ടോ. ചീസൊക്കെ നല്ലോണം മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ട്ടോ. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ട്ടോ. അപ്പോൾ ഇത് തിന്നുമ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ട്ടോ. അങ്ങനെ തന്നെ എടുത്ത് തിന്നോളി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വേഗം പോയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേഗം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ.